കോഴിക്കോട് പച്ചക്കറി മാർക്കറ്റിലെ വ്യാപാരികളും തൊഴിലാളികളും ഫുട്പാത്ത് കച്ചവടക്കാരും അനുബന്ധ മേഖലയുള്ള കച്ചവടക്കാരും ചേർന്നുള്ള ഒരു വലിയ ഒരു വാണിജ്യ പ്രധാനമുള്ള ഒരു മേഖലയാണ് പാളയം പച്ചക്കറി മാർക്കറ്റ്. കഴിഞ്ഞ 2 മാസം മുമ്പ് പുതിയ മേയർ സ്ഥാനമേറ്റെടുത്ത ശേഷം ഇവിടുത്തെ നേതാക്കന്മാരെ, പച്ചക്കറി കച്ചവടക്കാരായ ഇതിൻ്റെ ഭാരവാഹികളെ നേരിട്ട് കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അത് പ്രകാരം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ ചെല്ലുകയും ചെയ്തിരുന്നു. ആ ഒരു അവസരത്തിൽ ഈ കോഴിക്കോട് ഒരു 10-35 വർഷം മുമ്പ് ഉള്ള കണക്കെടുക്കുകയാണെങ്കിൽ അന്ന് മാവൂർ ഗോളിയറൻസ് എന്നുള്ള വലിയൊരു വ്യവസായ കേന്ദ്രം ഈ കോഴിക്കോടിൻ്റെ നട്ടെല്ലായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറൊന്ന് മനസ്സിലാക്കണം, ഇവിടുത്തെ പച്ചക്കറി പാളയത്തിലുള്ള തൊഴിലാളികളും കച്ചവടക്കാരും നിങ്ങളെപ്പോലുള്ളവരൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് പുലർച്ചയ്ക്ക് 2 മണിക്കും 3 മണിക്കും ഇവിടെ വന്ന് ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ സജീവമാവുന്നതും ഈ മാർക്കറ്റ് ഉണർത്തുന്നതും കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ കോഴിക്കോട് ഇന്ന് ഈ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടുത്തെ വികസനങ്ങളിൽ വളരെ മുഖ്യമായൊരു പങ്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അത് ഇവിടെ വിൽക്കുന്ന പപ്പടം വിൽക്കുന്നൊരു ആളാകട്ടെ, അല്ലെങ്കിൽ കവർ വിൽക്കുന്ന അവളാകട്ടെ, ചായ വിൽക്കുന്ന ഒരാളാകട്ടെ, അതല്ല ഒരു തൊഴിലാളിയാകട്ടെ, ഒരു പച്ചക്കറി കച്ചവടക്കാരനാകട്ടെ, എല്ലാവർക്കും തുല്യ പ്രാധാന്യമുണ്ട്. അതൊന്നും മുഖവിലക്കെടുക്കാതെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ മേഖലയെ എന്നല്ല കോഴിക്കോടിനെ തന്നെ തളർത്തിക്കളയും എന്ന് തന്നെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കേണ്ടായി. ഇനിയൊരു വികസനത്തിന് അവിടേക്കൊരു സ്കോപ്പില്ല. എന്നാൽ കോഴിക്കോട് ഒരു കോഴിക്കോടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഇവിടുത്തെ വ്യാപാരികളോ അല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളൊക്കെ എല്ലാം ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഏതൊരു നഗരത്തിനോടും കിടപിടിക്കുന്ന വിധത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഒരു ആത്മഹത്യാപരമായൊരു നീക്കമായിരിക്കുമെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഏതായാലും അവർ അതൊന്നും മുഖവിലക്കെടുത്തിട്ടില്ല എന്നാണ് തുടർന്നുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്.